ഗുഡ് മോർണിംഗ് ചിപ്പി. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല ഗൈസ്, കാരണം ഇന്ന് ചെറിയൊരു വയ്യായികയുണ്ട്. ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് ഡേ ആണ്. ആ സമയത്താണ് ടീക്കുട്ടി ഇതിങ്ങനെ കണ്ണിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ടിരിക്കുന്നത്. കാരണം ഒരു തൊണ്ടവേദന ഗൈസ്. കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്, ഒഴുകി ഒഴുകി വരുന്നുണ്ട്. ഒരു മരുന്ന് പകുതി കഴിച്ചു, പകുതി കഴിച്ചിട്ടില്ല. തൊണ്ടവേദന എന്ന് പറയുന്നുണ്ട്. അതിലൂടെ കണ്ണിലൂടെ വെള്ളവും വരുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം വാട്ടർ ഡ്രോപ്സ് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ പക്ഷെ പനിയല്ല, ഒരു ഭയങ്കര ക്ഷീണം എന്തെങ്കിലും ആയിരിക്കും. എനിക്കിതറിയാം, നേരത്തെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് ഡേ ആണ്, നമ്മൾ കാത്തിരുന്ന ഷോപ്പിംഗ് ഡേ ആണ്. അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. ഇല്ല, നമ്മൾ മാറിയിട്ടേ പോവൂ, നോ പ്രോബ്ലം ട്ടാ. ഓക്കെ, എന്നാ ഇതും കൂടി കഴിക്കേ. നിൻ്റെ മാറിയിട്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടേ ഇവിടെ നിന്ന് പോവും. അതിനിപ്പോൾ എന്താണേലും ശരി. ഓക്കെ, അമ്മ തങ്കം കഴിച്ചു, മഞ്ഞ് കഴിച്ചടി. സംസാരിക്കാനേ വയ്യ ഗൈസ്. എന്ത് ചെയ്യും, എന്താണ് നമ്മളിനിയിപ്പോൾ ചെയ്യുക? ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അയ്യോടാ, കണ്ണിന് പനി ഉണ്ടോ ചോദിച്ചാൽ പനി ഒട്ടുമില്ല കേട്ടോ. ഇത് ഒരു തരം ത്രോട്ടിൻ്റെ ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു മരുന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മരുന്നെല്ലാം ഇവിടെ സെറ്റപ്പാണ്. അയ്യോ, കണ്ണിലൂടെയൊക്കെ വെള്ളം ഒറ്റും. എന്തിനാണ് ചോക്കെ അത് ശരി, കണ്ണിലൂടെ വെള്ളം തനിയെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതെന്താണെന്നൊന്നും അറിയില്ല. ഓക്കെ, മൊത്തത്തിൽ കുടിക്കുക, മരുന്ന് കഴിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി റെഡി ആയിട്ട് നേരെ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് കാണാം. പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ ഗൈസ്. മരുന്ന് കുടിക്കും പൊന്നെയാ. എന്താ ഇതും കൂടെ കുടിച്ചിട്ട് വേണം നമുക്കിനി എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യാം ഗൈസ്. പണി പാളിയോ പൊന്നുമണി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇല്ല ഗൈസ്, ഞങ്ങൾ ഇവിടെ സ്ട്രക്കാണ്. അപ്പോൾ ഡോക്ടർ നിലാൻഡിൻ്റെ മെഡിസിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ, ചെറിയൊരു പനി, ഓവറായിട്ട് നമ്മൾ ഷോ ഓഫ് ചെയ്ത പോലെ അല്ലേ ടിയ? വാവ്, എന്തൊക്കെയായിരുന്നു നിമിഷാൻ്റെയും ടിയ ഭയങ്കര വാവ്. അപ്പോൾ അവസാനം എന്നാ ഗൈസ്, അപ്പോൾ ഇതാണ് വാവ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു ഡേ എവിടെയും പോയിട്ടില്ല. നമ്മൾ ഹോട്ടലിൽ തന്നെ സ്ട്രക്കാണ്. ടീ കുട്ടിക്ക് അത്യാവശ്യം നല്ല മെഡിസിനും എല്ലാം നമ്മളെല്ലാം പാക്കിംഗ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെള്ളം ഒന്ന് കുടിക്കൂ, ഹോട്ട് വാട്ടറാണ്. ടീ ദേഷ്യം വരണ്ട കേട്ടോ. ഇന്ന് ഫുള്ള് നിമിഷാൻ്റെ മൊത്തത്തിൽ ദേഷ്യമാണ്. കാരണം ഒന്നും കുടിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, അതാണ് പ്രശ്നം. മുത്ത് പ്ലീസ്, ഇതിൽ പ്ലീസ് പൊന്നല്ലേ, പ്ലീസ് ടിയാ. ഗൈസ്, ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, ഒന്നും കേൾക്കില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഡേ പനി വന്ന അങ്ങനെയാണ്. പക്ഷേ വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല. മൊത്തം അതായത് ത്രോട്ട് ഫുൾ ഇൻഫെക്ഷൻ, പനി, ചെറിയൊരു പനി, പക്ഷേ കൂടുതലൊന്നുമില്ല. അത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഡേ ഷോപ്പിംഗ് ഡേ ഒക്കെ പോയി. ചിലപ്പം ഈ വീഡിയോ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഷോപ്പിംഗ് ഡേക്ക് കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഡിപ്പെൻസ് ടീ കുട്ടറ മൂഡ് പോലെ അല്ലേ വന്നാ. ഇപ്പോൾ ത്രോട്ട് പെയിൻ എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ടോ? കുറവില്ല. പക്ഷെ ഈ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട് ഗൈസ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. കണ്ണിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നോണ്ട്. ശരി മുത്ത്, നീ വെള്ളം കുടിക്കേ. ഇതേ ഇരിപ്പാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല ടീക്ക്. ടീയുടേത് വേറൊരു ഫേസ് ആട്ടത്, കുറേ വർഷങ്ങളായിട്ട് ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പം ഇത്തിരി കൂടുതലായിരിക്കണം. ഇത് ടീക്കുട്ടിയുടെ വേറൊരു ഫേസാണ്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും, കുറേ നേരം ഇരിക്കും. വീട്ടിലാണെങ്കിലും ഇരിക്കും. കയ്യിലാ വെള്ളം ഗാർഗിൾ ചെയ്യാൻ ചുടുവെള്ളം കുറേ ആയി കൊടുത്ത്. ഒരു പ്രാവശ്യം കുടിക്കടാ പ്ലീസ്. അതായത് എല്ലാവരും കാണുന്നിട്ട് ടീയ, ഒന്ന് കുടിച്ചേ. കുടിച്ചേ ഗൈസ്. ഇങ്ങനെ തന്നെ ഇരിക്കും ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇരിക്കാനൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമാണ്, ഒന്നും കഴിക്കില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. കുഞ്ഞേ തങ്കമല്ലേ നമ്മുടെ. കഴിഞ്ഞു ഗൈസ്. ഇനിയൊരു കിടക്കലാണ്. ആ വെള്ളവും കുടിക്കില്ല, ഒന്നും കുടിക്കില്ല. പക്ഷെ നമ്മുടെ അത്തിക്കുട്ടനെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മുടെ അത്തിക്കുട്ടൻ കിടക്ക, നമ്മുടെ അത്തിക്കുട്ടൻ അവിടെ കിടന്നിട്ട് കളിക്കാട്ടോ. എടാ, നിന്നെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. അത്തിക്കുട്ടനുണ്ടല്ലോ, അത്തിക്കുട്ടന് ഈ 2 ബെഡ് ഉണ്ടല്ലോ ഗൈസ്. ഈ 2 ബെഡിൻ്റെയും ഇവിടെ നടുവിൽ കിടന്നിട്ട് കളിക്കാനാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനത് കളിക്കുന്നത് കാണാൻ. അവൻ ശവം പറയാണ് അത് വേണ്ട മാമ. ഓ എന്തേനാ? ഒരു മിനിറ്റ് മുടി നേരാക്കട്ടെ.
ചെയ്യല. പക്ഷെ ആ സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ശരി 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 ഓക്കെ. എൻ്റെ അമ്മേ, ഈ 2 പേര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പം റൂമിൽ വന്നിട്ട് നമ്മുടെ 7-Eleven വാങ്ങിയ ഒരു വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ. ഒരു തരം ചീസ് കേക്ക് പോലത്തെ ഒരു കേക്കാണ്. അപ്പൊ അത് എന്താണ്? ചോക്ലേറ്റ് സാൻഡ്വിച്ച് പോലെ. പക്ഷെ ഇത് കാണുമ്പോ ഹായ് ഗൈസ്, ഇത് നല്ലൊരു, ഞങ്ങള് സ്പൂണൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇത് ഒരു മിനിറ്റ് കേട്ടോ. ഇതൊക്കെ വെയിറ്റ് ഗൈസ്, ഇതാണ് ആ സാധനം. ഇത് ഒറ്റ മിനിറ്റ്, ഇത് ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ 2 എണ്ണത്തിൻ്റെയും കൂടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാനിരിക്കണം. ഒരു മിനിറ്റ് ഗൈസ്, ഇത് കാണുമ്പോൾ ഇത് കേക്കാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പം നമ്മളിതൊന്ന് കഴിക്കാൻ പോകട്ടോ, ടേസ്റ്റ് ചെയ്യാൻ പോകണത് എങ്ങനെയുണ്ട് എന്ന്. എങ്ങനെയുണ്ടോ എന്നെ? ആ, ലെയറും കൂടെ കഴിക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടടാ? ചിക്കൻ കൊടുക്ക്. എന്റെ ചിക്കു കുറച്ച് മെല്ലെ കഴിക്കട. ആ, ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട്? ശരി പോട്ടെ. ഡാഡി ശരി ശരി വഴക്കുണ്ട്. ഡാഡി. അയ്യോ, ഓ ഡാഡി പോട്ടെ. എങ്ങനെയുണ്ടോ എന്നാ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അല്ല, അപ്പൊ ഞാനോ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഗൈസ് എനിക്ക് ഒരു സാധനം പോലും കിട്ടാറില്ല കേട്ടോ. ഞാൻ പിന്നെ ആരില്ലാതെ ഒറ്റയ്ക്ക് കഴിക്കാം. വാങ്ങി കഴിക്കും. അത് സമ്മതിച്ചു. നന്നായിട്ടല്ലേ? എന്നാ ഒന്നുകൂടെ വാങ്ങിക്കുക. ഇതിന് എത്രയായിരുന്നു? പക്ഷെ ഇത്തിരി റേറ്റ് കൂടുതലാണ്. $3. സോറി, 2 അല്ല 3 ആണ്. ദൈവമേ, അത്തിക്കുട്ടാ മെല്ലടാ. ഗൈസ്, ഇനിയിപ്പോൾ വേറൊരു സാധനം കേട്ടോ. ഇതൊരു റോൾ മാർബിൾ കേക്കാണ്. ഇതിന് നമുക്ക് 1 ഇതേ ഉള്ളൂ കേട്ടോ. അതായത് 20 rupees, കഷ്ടി 20 rupees വരത്തുള്ളൂ. അതിൽ കൂട്ടം മുഴുവൻ കഴിച്ചോ? ആ, കഴിച്ചോ. നല്ല റേറ്റ് കുറവാണ്, പക്ഷെ നല്ല ചിലതെല്ലാം ഹൈപ്പർ റേറ്റാ. അവൾക്ക് കൺട്രോൾ ഇല്ല ഗൈസ്, കൺട്രോൾ ഇല്ലാതെ കഴിക്കാനോ ഒന്നുമില്ല. ഗൈസ്, നമ്മളിപ്പം മലേഷ്യയിൽ സ്നോഫോൾ ഉണ്ട് ഗൈസ്. അപ്പോൾ സ്നോഫോൾ കാണാൻ വേണ്ടി വന്നാണ്. നമ്മളിത് ട്വിൻ ടവറിൻ്റെ അടുത്താട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്നോഫോൾ എന്ന് കണ്ടാലോ ടിയ? ഒട്ടും വയ്യാത്ത ടീനെ നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാണ് ഗൈസ്. സ്നോഫോൾ കാണിച്ചു തരാം മലേഷ്യയില്. ഗൈസ്, സ്നോഫോൾ കാണിച്ചു തരാം ഗൈസ്. മലേഷ്യയിലെ സ്നോ. തല കാണിച്ചേ ടിയ? തല കാണിക്കും. തലയില് മുഴുവൻ ചിക്കുന്റെ തല കാണിച്ചേ. സ്നോഫോൾ ആണ് ഗൈസ്, സ്നോഫോൾ. ഡാഡി ഓടി രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷെ കാണാൻ അടിപൊളിയാട്ടോ, നല്ല രസമാണ്. നോക്കിയത് 2ാമത്തെ സ്നോ വീഴുന്നുണ്ട്. സാധനം ഒരു എഫക്റ്റ് ഒക്കെയാണ്, പക്ഷെ വായ തുറക്കരുത് കേട്ടോ. നമ്മുടെ ട്വിൻ ടവർ ആണ്. നോക്കി ക്രിസ്മസിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മുടെ മലേഷ്യയിലെ ട്രിപ്പ് കഴിഞ്ഞിരിക്കട്ടെ ഗൈസ്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് വ്ളോഗ് ആയിരിക്കും. അല്ല, ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടായിരിക്കും കേട്ടോ.